നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അസാധാരണമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബയേൺ തുടർച്ചയായ 3 കളികൾ പരാജയപ്പെട്ടിരിക്കുന്നു. ബൂണ്ടസ് ലീഗയിൽ അവർ ബയർ ലെവർക്യൂസനോട് ഫെബ്രുവരി 10 നടന്ന മത്സരം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർന്നിരുന്നു. അതിനുശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലാസിയോയോട് ഏകപക്ഷീയമായ 1 ഗോളിന് തോറ്റു. ഇപ്പോഴിതാ VfL ബോഷുമിനോട് 3-2 ബൂണ്ടസ് ലീഗയിൽ തോറ്റിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ കളിയിൽ ചാമ്പ്യൻസ് ലീഗിൽ റെഡ് കാർഡ് കണ്ട അതേ ഡയറ്റ് ഉപ്പമെക്കാനോ വീണ്ടും റെഡ് കാർഡ് കണ്ടു. യഥാർത്ഥത്തിൽ ഈ കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. മസറോയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ പകരക്കാരനായി വന്നതാണ്. പക്ഷേ 76ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ്. കഴിഞ്ഞ കളിയിൽ സ്ട്രൈറ്റ് റെഡ് ആയിരുന്നെങ്കിൽ ഇതിപ്പം 2ാമത്തെ യെല്ലോ കണ്ട് 76ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോവേണ്ടി വന്നു. അങ്ങനെ അവർ പരാജയപ്പെടുന്ന ആ ഘട്ടത്തിൽ പെനാൽറ്റി ലഭിച്ചത് VfL ബോച്ചും ഗോളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഏതായാലും മത്സരത്തിൽ 14ാമത്തെ മിനിറ്റിൽ മുസിയാലയിലൂടെ ബയേണാണ് ലീഡ് എടുത്തത്. എന്നാൽ 38ാമത്തെ മിനിറ്റിൽ അസാനോയിലൂടെ ബോഷും ആ ഗോൾ മടക്കുന്നു. അതിനുശേഷം ഷോൾട്ടർബെക്കിന്റെ ഗോളിലൂടെ 44ാമത്തെ മിനിറ്റിൽ അവർ ലീഡിലേക്ക് കടക്കുകയും ചെയ്തു. പിന്നെ മത്സരം പുരോഗമിക്കവേ നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് കാർഡ് സംഭവിക്കുന്നു. ഉപ്പമെക്കാനോ പുറത്തു പോകുന്നു. ലഭിച്ച പെനാൽറ്റി സ്റ്റോഗർ ഗോളാക്കി മാറ്റി 3-1 ലീഡിലേക്ക് VfL ബോച്ചും കടന്നുപോയി. ഒടുവിൽ 87ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ ഒരു ഗോൾ മടക്കിയെങ്കിലും അതൊന്നും ബയേണിനെ രക്ഷിക്കാൻ ഉതകുന്നതായിരുന്നില്ല. മത്സരം പരാജയപ്പെട്ടതോടുകൂടി 8 പോയിന്റിന്റെ വ്യത്യാസമായി. ബയർ ലെവർക്യൂസനുമായിട്ട് 8 പോയിന്റിന്റെ വ്യത്യാസമായിരിക്കുന്നു ഇപ്പോൾ ബുണ്ടസ് ലീഗ പോയിന്റ് ടേബിളിൽ ബയേണിന്. 22 കളികളിൽ നിന്ന് 58 പോയിന്റ് ഉണ്ട് ബയർ ലെവർക്യൂസനെങ്കിൽ 22 കളികളിൽ നിന്ന് 50 പോയിന്റേ ഉള്ളൂ ബയേൺ മ്യൂണിക്കിന്. 22 കളികളിൽ 4 അവർ പരാജയപ്പെട്ടിരിക്കുന്നു. 16 വിജയം, 2 സമനില. അതേസമയം ബയർ ലെവർക്യൂസൻ അപരാജിത കുതിപ്പ് തുടരുകയാണ്. 18 വിജയങ്ങളും 4 സമനിലകളുമായിട്ട് അവർ ബൂണ്ടസ് ലീഗ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.